നമസ്കാരം. ഞാൻ PO ദേവസി, LIC ഏജൻറ്റ് ആൻഡ് ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ. ഞാനിന്ന് ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അമൃതപാൽ എന്ന സ്കീമാണ്. ഓമന മക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്ത മനോഹരമായ പ്ലാൻ അമൃതപാൽ. ഈ കാലഘട്ടത്തിൽ മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ നല്ല രീതിയിൽ നൽകുക എന്നതാണ് മാതാപിതാക്കളുടെ കർത്തവ്യം. കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി വളരെ കുഞ്ഞായിരിക്കുമ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത് കുഞ്ഞുമക്കളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വ്യക്തമായ പ്ലാൻ എൻ്റെ മാതാപിതാക്കൾക്കുണ്ട് എന്ന ആത്മവിശ്വാസം കുട്ടിയിൽ രൂപം കൊള്ളുന്നു. ഇത് കുട്ടിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നതിന് അവസരമുണ്ട്. കോഴ്സുകൾ നാട്ടിൽ ലഭ്യമല്ലാതെ വന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാം. ഇന്ത്യയിൽ ലഭ്യമല്ലാതെ വന്നാൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭ്യമായ രാജ്യത്ത് പോയി പഠിക്കാം. മിക്ക രാജ്യങ്ങളിലും സ്കോളർഷിപ്പ് ലഭ്യമാണ്. ഇത് മക്കളിൽ ശുഭപ്രതീക്ഷ വർദ്ധിക്കുകയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള പഠന സ്ഥാപനങ്ങളിൽ പഠനത്തിന് പുറമെ സാംസ്കാരിക കായിക പരിശീലനങ്ങളും ഹെൽത്ത് ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂൾ, കൗൺസിലിംഗ് തുടങ്ങിയവയും ലഭിക്കുന്നു. ശാരീരിക മാനസിക വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നു. ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ LIC രൂപകൽപ്പന ചെയ്ത അമൃതപാൽ പോളിസി വളരെ ഗുണകരമാകും. മിനിമം പ്രായം ഈ പോളിസിയിൽ ചേരുന്നതിന് 30 ദിവസമാണ്. പരമാവധി പ്രായം 13 വയസ്സാണ്. മിനിമം മെച്യൂരിറ്റി പ്രായം 18 വയസ്സാണ്. മാക്സിമം മെച്യൂരിറ്റി പ്രായം 25 വയസ്സാണ്. മിനിമം ടേം 10 വർഷമാണ്. സിംഗിൾ പ്രീമിയം 5 വർഷമാണ്. മാക്സിമം പോളിസി ടേം 25 വർഷമാണ്. സിംഗിൾ പ്രീമിയവും 25 വർഷം തന്നെ. പ്രീമിയം പേയ്മെൻറ്റ് ടേം ലിമിറ്റഡ് പ്രീമിയം പേയ്മെൻറ്റ് 5 വർഷവും 6 വർഷവും 7 വർഷവുമാണ്. മിനിമം സം അഷ്വേർഡ് 2 ലക്ഷം രൂപയാണ്. മാക്സിമത്തിന് പരിധിയിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേരാം. ഇതിൻ്റെ റിസ്ക് കവറേജ് 8 വയസ്സ് പൂർത്തിയായാൽ തത്സമയം തന്നെ റിസ്ക് കവർ തുടങ്ങുന്നു. 8 വയസ്സിന് താഴെയുള്ള കുട്ടിയെ സംബന്ധിച്ച് പോളിസി എഴുതിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് ഇൻഷുറൻസ് കവറേജ് ആരംഭിക്കും. ഈ പോളിസിയിൽ പോളിസിയുടെ പ്രീമിയം അടവ് രീതി സിംഗിൾ പ്രീമിയമായിട്ട് അടയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പ്രതിമാസം നാച്ച് സംവിധാനത്തിലൂടെ അടയ്ക്കാം, ക്വാർട്ടർലി ആയിട്ട് അടയ്ക്കാം, ഹാഫ് ഇയർലി ആയിട്ട് അടയ്ക്കാം, ഇയർലി ആയിട്ട് അടയ്ക്കാം. ഈ പോളിസിയിൽ നിന്ന് ലോൺ ലഭ്യമാണ്. ഇതുകൂടാതെ ഇതിന് ഗ്യാരണ്ടി അഡീഷൻ ബെനിഫിറ്റ് കൂടിയുണ്ട്. അതായത് നമ്മുടെ സം അഷ്വേർഡിൻ്റെ 1000 രൂപയ്ക്ക് 80 രൂപ വീതം വെച്ച് കോർപ്പറേഷൻ ഗ്യാരണ്ടി നൽകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയുടെ പോളിസി എടുക്കണമെങ്കിൽ 8000 രൂപ പ്രതിവർഷം ഗ്യാരണ്ടി. 2 ലക്ഷമാണ് മിനിമം. അപ്പോൾ 10 ലക്ഷം രൂപയുടെ പോളിസി എഴുതുകയാണെങ്കിൽ 80,000 രൂപ നമുക്ക് എല്ലാ വർഷവും ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 10 വർഷം അടയ്ക്കുകയാണെങ്കിൽ 8 ലക്ഷം രൂപ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഇൻഷുറൻസ് തുകയെല്ലാം കിട്ടും. പിന്നെ അതുകൂടാതെ ഇതിന് വേറൊരു ഗ്യാരണ്ടീഡ് അഡീഷൻ കൂടിയുണ്ട്. അതായത് 2 വർഷം പൂർത്തിയായ പോളിസിക്ക് 5 വർഷത്തെ കാലാവധിയുള്ള പോളിസിക്ക് 1000 രൂപ സം അഷ്വേർഡിന് 15 രൂപയും 6 വർഷം പൂർത്തിയായ പോളിസിക്ക് 1000 രൂപ സം അഷ്വേർഡിന് 9 രൂപയും 7 വർഷം പൂർത്തിയാവുന്ന പോളിസിക്ക് 6 രൂപയും ലഭിക്കുന്നു. 3 വർഷത്തെ കാലാവധി കഴിഞ്ഞ പോളിസിക്ക് 33 രൂപയും 1000 രൂപയ്ക്ക് 5 വർഷത്തെ കാലാവധിക്ക് 23 രൂപ 6 വർഷത്തെ കാലാവധി അടയ്ക്കുന്ന പ്രീമിയത്തിന് 7 വർഷത്തെ അടയ്ക്കുന്ന കാലാവധിക്ക് 28 രൂപ. 5 വർഷം പൂർത്തിയാകുന്ന പോളിസിക്ക് 6 വർഷത്തെ പോളിസിക്ക് 57 രൂപയും 7 വർഷത്തെ പോളിസിക്ക് 42 രൂപയും. 6 വർഷം പൂർത്തിയാകുന്ന പോളിസിക്ക് 7 വർഷത്തെ കാലാവധിക്ക് 58 രൂപ. ഇതാണ് നമുക്ക് ഇതിന് പുറമെ വേറൊരു അഡീഷൻ കൂടിയുണ്ട്. അതായത് ഓരോ 1000 രൂപയ്ക്കും 80 രൂപ വീതം വെച്ച് ഗ്യാരണ്ടി 58,000 രൂപ അഡീഷണലായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ. നമുക്ക് പോളിസി സറണ്ടർ ചെയ്യുന്നതിന് 1 വർഷത്തിന് ശേഷം എടുക്കാം. സിംഗിൾ പോളിസി ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സറണ്ടർ ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിന് ധാരാളമുണ്ട്.
വളരെയധികം നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പോയിന്റുകൾ നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഏറ്റവും കൂടിയ ആനുകൂല്യം അത്. ഇതിന് പുറമെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ടാക്സ് ആനുകൂല്യങ്ങളും എല്ലാം കിട്ടും. ഇതുകൂടാതെ ഇത് നമുക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിസിയുടെ പൈസ അടയ്ക്കുന്ന രക്ഷകർത്താവ് പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിക്ക് അങ്ങനെ പൈസ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രക്ഷകർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആര് പൈസ അടയ്ക്കും? വരുമാനം കിട്ടുന്ന ആൾക്ക് പൈസ ഇല്ല. അതേസമയം കുട്ടിക്ക് വരുമാനമില്ല, കുട്ടി പഠിക്കുകയാണ്. സൗകര്യം വേവർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റൈഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പൈസ അടയ്ക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പൈസ അടയ്ക്കണ്ട. പോളിസി പ്രീമിയം അടയ്ക്കുന്നതായിട്ട് കണക്ക് കൂട്ടി എല്ലാ ആനുകൂല്യങ്ങളും കുട്ടിക്ക് കിട്ടും. അത്രയും ഒരു ആകർഷകത്വം കൂടി ഈ പോളിസിക്കുണ്ട്. അതായത് ഞാൻ ഒന്നും കൂടിയും പറയാം, ചെറിയ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും കാരണവശാൽ പോളിസിയുടെ പൈസ അടയ്ക്കുന്ന രക്ഷകർത്താവിന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് പൈസ അടയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ കുട്ടിക്ക് തുടർന്ന് ഫീസ് അടയ്ക്കാനും കാര്യങ്ങളും കുട്ടിയുടെ പഠനാവശ്യങ്ങൾക്ക് പൈസ നിലച്ചു പോകും. അത് വരാതിരിക്കാനായിട്ട് ഈ പൈസ അടയ്ക്കുന്ന രക്ഷകർത്താവിന് പ്രപ്പോസറിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പൈസ അടയ്ക്കണ്ട. പോളിസി നിലവിലുള്ളതായിട്ട് കണക്ക് കൂട്ടി എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു ചിട്ടി ഒരു കുട്ടിയുടെ പേര് ചേർന്നു, ഈ പൈസ അടയ്ക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ചിട്ടി അവിടെ വെച്ച് അവസാനിച്ചു. പിന്നെ പൈസ അടയ്ക്കാണ്ട് ഒരു ആനുകൂല്യം കിട്ടില്ല. അങ്ങനെ ഏത് കാര്യങ്ങളിൽ നോക്കി കഴിഞ്ഞാലും അങ്ങനെയാണ്. പക്ഷേ ഇത് പൈസ അടയ്ക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ട് എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. അത് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പം നമ്മൾ ജീവിച്ചിരുന്നില്ലെങ്കിലും കുട്ടിയുടെ ലക്ഷ്യം, പഠന ലക്ഷ്യം സുരക്ഷിതമായിട്ട് നടക്കും. അങ്ങനെ ഇതുകൂടാതെ നമ്മൾ ധാരാളം ഇതിൻ്റെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഓരോ കാര്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വരുമ്പോഴാണ് ഓരോ അതിൻ്റെ സൗകര്യങ്ങൾ കിട്ടുമ്പോഴാണ് ഇത് പോളിസി പൈസ അടച്ച് വട്ടത്തിൽ കിട്ടുന്നത് കൂടാതെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇത് ചേർന്ന് അതിൻ്റെ ആനുകൂല്യങ്ങളെ അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണേ. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കുമിഞ്ഞുകൂടി വരുന്നതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നിക്ഷേപത്തിനും സാമ്പത്തിക ശക്തിയായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വളർന്നതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നമ്പർ 1 ഇൻഷുറൻസ് കമ്പനിയായി വളർന്നതും ലോകത്തിലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളിൽ 3-ാം സ്ഥാനത്തൊക്കെ എത്താനും അത് തുടർച്ചയായി ലാഭത്തിൽ പോവുകയും കാര്യക്ഷമതയായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ 69 വർഷമായിട്ട് പ്രവർത്തിക്കുകയും സ്ഥാപനത്തിൽ നിന്ന് ഇതേപോലെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കിട്ടി ആ സൗഭാഗ്യം അനുഭവിച്ച ആളുകൾ വീണ്ടും വീണ്ടും നിക്ഷേപിക്കുകയാണ്. നമുക്ക് ഇതിനകത്തൊരു പഴഞ്ചൊല്ലുണ്ട്, നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യം. ഇൻഷുറൻസ് ചേരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചത്തിട്ട് പൈസ കിട്ടിയിട്ട് എന്താ കാര്യം, അങ്ങനെയാണ് 100 നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതിനകത്ത് ചേർന്ന് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മൾ ആസ്വദിച്ച് തുടങ്ങി കഴിയുമ്പോഴാണ് ഇതിൻ്റെ സുരക്ഷിതത്വ ബോധവും ടെൻഷൻ ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റും ഉള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കഴിയുന്ന ആളുകളും എത്രയും വേഗം ഈ സ്കീമിൽ ചേർന്ന് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കി വയ്ക്കുക. അവരുടെ ആനുകൂല്യങ്ങളൊക്കെ പഠനത്തിനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് ഇറങ്ങി നടക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം എത്രയോ പാരൻസ് ഇവിടെ വളരെ ലഘുവായ പണികളും ദിവസവേതനത്തിനും കുറഞ്ഞ വേതനത്തിനൊക്കെ ജോലി ചെയ്തിരിക്കുന്ന ആളുകൾ, അന്നത്തെ കാലത്ത് അവർക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള സൗകര്യം ഉണ്ടായില്ല. സാമ്പത്തിക പരാധീനത മൂലം അവർക്ക് കിട്ടിയ ജോലി ചെയ്ത് അവർ കുടുംബം പുലർത്തി മക്കളെയൊക്കെ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ ആ മക്കൾ ഈ മാതാപിതാക്കളെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകും, ലോക രാജ്യങ്ങളിൽ കൊണ്ടുപോയി കാണിക്കലും അവർക്ക് കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കുകയും അവർ സുഖസന്തോഷത്തിൽ ജീവിക്കുന്നത് നമുക്ക് ഇവിടെ ധാരാളം കാണാവുന്ന ആളുകളാണ്. അപ്പോൾ എത്രയോ ആളുകൾ ഇപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ വിദ്യാഭ്യാസവും അതുപോലെ നല്ലൊരു ജോലിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഒരു വിമാനയാത്രയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇന്ന് അതൊക്കെ സർവ്വസാധാരണമായി ഫോറിൻ ടൂറുകൾ, ഇന്ത്യയിലെ തന്നെ ടൂറുകൾ, അങ്ങനെ ജീവിത സൗകര്യങ്ങൾ മക്കളെ പഠിപ്പിച്ചു, മക്കൾ നല്ല നിലയിലെത്തി
അത് ആസ്വദിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഞാൻ ഈ ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് എനിക്ക് വീട് വിടാന്തരം പോയി ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട്. കാരണം കഴിഞ്ഞ 46 വർഷമായിട്ട് ഞാൻ ഈ പോളിസി വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവുമായിട്ടുള്ള പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദൈനംദിന ആളുകളെ കാണലും അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരുടെ ഈ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ കാണാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ടും ഒരു സന്തോഷമാണ്. കാരണം എത്രയോ കാലം മുമ്പുണ്ടായിരുന്ന ജീവിത നിലവാരമാണ് ഇപ്പോൾ എത്രയോ ഉന്നതങ്ങളിലാണ് എല്ലാ ആളുകളും ജീവിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നു. മക്കളൊക്കെ പഠിച്ചു നല്ല നിലയിലായി. ഇനിയിപ്പോൾ അന്നത്തെ കാലത്ത് പഠിപ്പിക്കാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും നമ്മുടെ സാമ്പത്തിക വളർച്ചയും നാടിൻ്റെ പുരോഗതിയും മൂലം വിദ്യാഭ്യാസ ലോണും അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക രംഗത്തെ കഴിവുകളൊക്കെ വർദ്ധിച്ചതുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വളരെ ലഘുവായി. എന്ത് കാര്യവും നമുക്ക് ഒരു ഇൻ്റർനെറ്റ് കഫേ ചെന്നാലോ അല്ലെങ്കിൽ അക്ഷയ ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മക്കൾക്ക് ഇവിടെ മൊബൈൽ ഫോണിലൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വന്നതോടുകൂടി ജീവിത സൗഭാഗ്യങ്ങൾ നമുക്ക് ധാരാളം അനുഭവിക്കാനുള്ള ഒരു യോഗം കിട്ടി. അതും തുടർന്നും ലഭിക്കുന്നതിനും നിങ്ങളുടെ മക്കൾക്കും ഈ സൗഭാഗ്യമൊക്കെ അനുഭവിക്കുന്നതിന് ഇതിലും കൂടിയ സൗഭാഗ്യങ്ങൾ അവർക്ക് ലഭിക്കാൻ പോകുന്നു. കാരണം ഇപ്പോൾ ഇൻ്റർനാഷണൽ വിദേശ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ കാലമൊക്കെ വരുമ്പോൾ ശൂന്യാകാശത്തിലും ചന്ദ്രനിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിനോദയാത്ര. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സ്വപ്നം കാണണ്ടേ. അപ്പോൾ ആ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനും കാണാനും കേൾക്കാനൊക്കെ അവർക്കും സാധിക്കട്ടെ. നമുക്കും ചിലപ്പോൾ കാണാനായിട്ടുള്ള സൗഭാഗ്യം സിദ്ധിക്കും. അതുകൊണ്ട് എത്രയും വേഗം ഇത്തരത്തിലുള്ള ഈ അമൃതപാൽ പോളിസി കോർപ്പറേഷൻ്റെ ഏറ്റവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ മഹത്തായ പോളിസി എഴുതി അതിനകത്ത് ഭാഗവക്കാവണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ പേര് PO ദേവസി. LICയുടെ ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറായും ഏജൻ്റായും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 49 വർഷമായി ഏജൻറ്റും 2008 മുതൽ ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കുക. എൻ്റെ മൊബൈൽ നമ്പർ 94 46 21 50 19.